ഹായ് ഡിയേഴ്സ്, നിങ്ങൾ എല്ലാവരും തന്നെ ഫോസിൽ ഫ്യൂവൽസിനെ പറ്റി കേട്ടിട്ടുണ്ടാവല്ലേ? ആരാണ് ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ? ഒരു നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണല്ലേ. പണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ഓർഗാനിസംസും പ്ലാന്റ്സും ഒക്കെ നമ്മുടെ ഭൂമിക്കടിയിലായി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇന്ധനങ്ങളെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോസിൽ ഫ്യൂവൽ ആണ് നമ്മുടെ കോൾ എന്ന് പറയുന്നത്. ഈ കോൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് കാർബണൈസേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ കാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ? മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ നമ്മുടെ എർത്തിൽ ഒരുപാട് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മണ്ണിടിച്ചിലൊക്കെ വരുന്ന സമയത്ത് ഈ ഫോറസ്റ്റിൻ്റെ ഒക്കെ മുകളിലേക്ക് മണ്ണ് വീണു. അങ്ങനെ മണ്ണ് വീണ് ഈ ചെടികളും വലിയ വലിയ മരങ്ങളും ചെടികളും മൃഗങ്ങളും ഒക്കെ ഇതിനടിയിലായിപ്പോയി. അങ്ങനെ മണ്ണുകൾ വീണ്ടും മണ്ണ് വന്ന് വീഴുന്ന സമയത്ത് ഇത് താഴേക്ക് പോവുകയും ഒരു ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും സൃഷ്ടിക്കപ്പെടുകയും ഈ പോയ ആൾക്കാരൊക്കെ നേരെ കോൾ ആയിട്ട് മാറുകയും ചെയ്തു. ഇങ്ങനെ കോൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാർബണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിക്കടിയിലുള്ള ഡെഡ് വെജിറ്റേഷൻ ഒക്കെ നമ്മുടെ കോളായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമുക്ക് കാർബണൈസേഷൻ എന്ന് പറയുവാൻ സാധിക്കും. ഈ കോൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണല്ലേ ഈ കോൾ എന്നൊക്കെ പറയുന്ന ആൾ. പക്ഷെ ഈ കോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര ടൈപ്പാണുള്ളത് എന്നെൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? കോൾ എടുത്താൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് മക്കളെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൾ എന്ന് പറയുന്നത്. ഈ ഓരോ ടൈപ്പ് കോൾ ഉണ്ടാവുന്നതും ഓരോ കണ്ടീഷൻസിലാണ്. ഈ ഓരോ ടൈപ്പ് കോളിനും പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആന്ത്രസൈറ്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റ് ചില പേരുകളുണ്ട്. കോക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോൾ ടാർ എന്ന് കേട്ടിട്ടുണ്ട്, കോൾ ഗ്യാസ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കോളിനെ ഓക്സിജന്റെ ആബ്സെൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എന്നൊക്കെ പറയുന്നവർ. ഈ പറഞ്ഞവരെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക? ഏത് ഫിനോമിനൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയോ? ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും എന്താണ് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്നല്ലേ? അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് തുടങ്ങി ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് തന്നെ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെറുതെ ബേസിക് നോളജ് മാത്രം കൊണ്ട് നമുക്ക് പറ്റില്ല. പകരം ഓരോ ടോപ്പിക്കിൻ്റെയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൽക്കൺ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ ഒരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ മക്കളെ, ഈ ഫാൽക്കൺ പ്രോഗ്രാമുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കൂടെ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കുന്നത് കൊണ്ട് ഗുണം എന്താ? നിങ്ങളുടെ സ്കൂൾ പ്രിപ്പറേഷനിലും ബോർഡ് എക്സാംസിനും ഒക്കെ നന്നായിട്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ റീസണിങ് സ്കിൽസ് കൂടും, നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കിൽസ് കൂടും, അങ്ങനെ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി കൂടും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. സോ ഓൾറെഡി നമ്മുടെ യോധ ബാച്ചിലെ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചിലേക്ക് എടുക്കുമ്പോൾ കുറേ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാൽക്കൺ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനുമായി താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മക്കളെ മറക്കരുത്, ഏതൊരു കാര്യത്തിനും നമുക്ക് കൃത്യമായിട്ടുള്ള എയിം വേണം. ആ എയിമിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം. ആ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചിലൂടെ ലഭിക്കുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്.